പുത്രദുഃഖം നിമിത്തം നേർച്ചയും കാഴ്ചയും വെച്ച് തൻ്റെ പത്നി ഗർഭവതിയായപ്പോൾ അദ്ദേഹം അവർക്ക് വെണ്ണയും നെയ്യുമെല്ലാം ജപിച്ചു നൽകി. അതിൻ്റെ അനന്തരഫലം എന്നോണം അവർക്ക് 65-ാമത്തെ വയസ്സിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ അവർ വിചാരിച്ചതുപോലെയല്ല അവൻ ജീവിച്ചത്. ചീട്ടുകളിയും പാശുകളിയും മറ്റനേകം കളികളുമായി അവൻ അവൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചു. പക്ഷേ ജപിച്ചു കൊടുത്ത നെയ്യുടെയും വെണ്ണയുടെയും ഫലം എന്നായാലും കാണിക്കാതിരിക്കില്ലല്ലോ. സൽബുദ്ധി തോന്നി തിരിച്ചു വന്ന ആ പയ്യന് എന്താണ് സംഭവിച്ചത്? അച്ഛൻ്റെ ആഗ്രഹപ്രകാരം കുടുംബജീവിതം അവന് നയിക്കാൻ സാധിച്ചുവോ? ജന്മം നൽകിയ പിതാവിനോട് അറിയാതെയാണെങ്കിൽ പോലും അവൻ ചെയ്ത ആ തെറ്റ് അതവൻ്റെ മനസ്സിനെ എങ്ങനെയാണ് പിടിച്ചു വലച്ചത്? എന്തൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചത്? പുല്ലംകുട്ടൻ നമ്പൂതിരിയുടെ കഥ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുല്ലംകുട്ടൻ നമ്പൂതിരിയെക്കുറിച്ച്? ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി പുല്ലംകുട്ടൻ നമ്പൂതിരി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയുള്ള മറ്റനേകം കഥകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഐതിഹ്യ കഥകൾ.